കെ അനിൽകുമാർ CPI നേതാവ് നോക്കുമ്പോൾ ടെലിഫോൺ. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ പിണറായി സർക്കാർ വന്നതിന് ശേഷം കണക്ക് നോക്കുകയാണെങ്കിൽ 5 or 6 തവണയായി വൈദ്യുതി നിരക്ക് കൂടുകയാണ്. ഈ കൂട്ടാതെ മറ്റു വഴിയില്ലേ? കേരളത്തില് ജലവൈദ്യുതി പദ്ധതികൾ കൊണ്ട് കേരളത്തിന് ആവശ്യപ്പെട്ട വൈദ്യുതി ഉത്പാദിപ്പിക്കാനാവില്ല എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യ രാജ്യത്ത് 2002 കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള അന്നത്തെ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വൈദ്യുതി ഭേദഗതി നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ 3% ലാഭകരമായി വൈദ്യുതി ബോർഡുകൾ നിലനിർത്തണമെന്നാണ്. അത് കൃത്യമായി പരിശോധിക്കാൻ വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റിയെ നിലനിർത്തിയിരിക്കുന്നു. അവര് ഒരു കോടതി പോലെ പ്രവർത്തിക്കുകയാണ്. അവർക്ക് അവരുടെ അംഗീകാരം നേടിക്കൊണ്ട് മാത്രമേ ബഡ്ജറ്റ് പോലും പാസ്സാക്കാൻ കഴിയൂ. കേരളം നമ്മുടെ പവർ കട്ടില്ലാത്തൊരു സംസ്ഥാനമാക്കി നിലനിർത്തണമെങ്കിൽ വിദേശത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കൊണ്ടുവരേണ്ടതുണ്ട്. കേന്ദ്ര പൂളിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി കൊണ്ടും കേരളത്തിൽ നിന്നുള്ള വൈദ്യുതി കൊണ്ടും ആവശ്യം പൂർണ്ണമാകില്ല. ഒരു യൂണിറ്റിന് 50 രൂപ വരെ വൈദ്യുതി ചാർജ് വാങ്ങുന്നതിന് സ്വകാര്യ സംരംഭകരെ അനുവദിക്കുന്ന പുതിയ നയമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അദാനി പ്രവേഴ്സ് അടക്കമുള്ള ആളുകൾ അഴിമതി നടത്തിയ വിവരം നമ്മുടെ മുമ്പിലുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ 16 പൈസയുടെ വർധനവ് ഒരു യൂണിറ്റിൽ വരുത്തേണ്ടി വന്നു എന്നുള്ളത് വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റി മുമ്പാകെ ഇക്കാര്യത്തിൽ ജനങ്ങളെല്ലാം കേട്ടതിനു ശേഷം ഉണ്ടാക്കിയ ഒരു നടപടിയാണ്. നമ്മുടെ കേരള സംസ്ഥാനത്തിനകത്ത് UDF സർക്കാരിന്റെ കാലത്ത് 22% വരെ നികുതി വർദ്ധിപ്പിച്ചത്, കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചത് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ ഏതാണ്ട് 4.25% വർധനമാണ് വന്നിട്ടുള്ളത്. ഈ വർധനമെന്ന് പറയുന്നത് നിയമാനുസരണം ആ സ്ഥാപനത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനം നിലയ്ക്ക് അതിനെ നിലനിർത്താൻ ഇത് കൂടിയേ കഴിയൂ എന്നതുകൊണ്ടാണ് സർക്കാർ അതിന് നിർബന്ധിതമായത്. ഏതായാലും അനിവാര്യമായ ഒരു വർധനവ് എന്നാണ് ശ്രീ അനിൽകുമാർ പറയുന്നത്.